കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് വഴക്കുകൾ ഇങ്ങനെ കേട്ടു, ഒരുപാട് ചീത്ത പറഞ്ഞു. അങ്ങനെ മാത്രമല്ല അതിൻ്റെ ഇടയിൽ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാത്രമല്ല എൻ്റെ പ്രയർ ലൈഫും ഡൗൺ ആയിപ്പോയി. ഞാൻ ഡെയിലി പള്ളി പോയിരുന്ന ആളാണ്. ഡെയിലി ഇങ്ങനെ ബൈബിൾ വായിക്കും, ഒരുപാട് അതിനെ പറ്റിയ കാര്യങ്ങളൊക്കെ കേൾക്കും. പക്ഷെ അതിനൊന്നും ടൈം കിട്ടാതുണ്ടായി ഈ ദൂരെ കൂടുതലുള്ള കാരണം. അപ്പോൾ അതൊക്കെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ എന്നെ ഇങ്ങനെ നേഴ്സിംഗ് ലൈഫിൽ ഇങ്ങനെ ഡൗൺ ആക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എന്തായാലും ഈശോയെ ഞാൻ അങ്ങനെ എന്തായാലും ഇതിലെടുത്തു. പക്ഷെ എന്തായാലും ഞാനൊരു പ്രത്യാശ കൈവിടുന്നില്ല, എനിക്കൊരു ഹോപ്പ് ഉണ്ട്. അങ്ങനെ വിചാരിച്ച് ഞാൻ അതിലോട്ട് നിൽക്കുക തന്നെയായിരുന്നു. കാരണം മാത്രമല്ല എൻ്റെ ലൈഫും കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോബ് എനിക്ക് വേണമെന്നുള്ള ചിന്തിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ അവിടെ പിടിച്ചു നിന്നു. പക്ഷേ അപ്പോഴേക്കും 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്റ്റലൊന്നും റെഡി ആവാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്നും ഒരു പാറ്റേണിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റോമൻസ് 5:5 പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us. ആ ഒരു വചനത്തിലാണ് ഞാൻ ശരിക്കും പിടിച്ചു തന്നെ.